ബാദുഷാ കടലുണ്ടി, ഈ നിയമസഭയിലേക്ക് നിങ്ങൾ നടത്തിയ പ്രതിഷേധം അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം തീരുന്നതല്ല. കാരണം ഗൾഫിലടക്കമുള്ള പ്രവാസികൾ വലിയ ആശങ്കയിലാണ്. കാരണം അവർ ജീവിതം നെയ്തുകൂട്ടുന്നതിൻ്റെ ഭാഗമായി കരുതലാണിത്. അതുകൂടി ഇല്ലാതാകുന്നു എന്ന പ്രതിസന്ധിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടിയുണ്ടോ? ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് ഞങ്ങൾ അതിന്റെ ശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയെ കാണും, ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരും. ഞങ്ങൾ അതിന്റെ സൂചനയാണ് നിയമസഭാ മാർച്ച് നടത്തിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. ഇത് പ്രവാസികൾക്ക് കിട്ടുന്ന അവരുടെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ജമാൽ ഇവിടെ സൂചിപ്പിച്ചു, പല ഭാഗത്തുനിന്നും മനുഷ്യർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് മേടിക്കാൻ. അവരുടെ ഇതുവരെ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം 2014 മുതൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇതുവരെ ഈ പെൻഷൻ വൈകിട്ടില്ല. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ വരുന്ന പണം എത്രയാണ്? ഇവിടെ 2,16,000 കോടി രൂപ ഒരു വർഷം പ്രവാസി പണം വരികയാണ്. ഇത് ബാങ്കുകളിൽ, നമ്മുടെ ബാങ്കുകളിലെ നിക്ഷേപം ഇപ്പം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഒക്കെ ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന കണക്ക് ഏതാണ്ട് 10 ലക്ഷം കോടി രൂപ ഇവിടുത്തെ ബാങ്കുകളിൽ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതെല്ലാം കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എത്രയാ? മറ്റ് മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി വരുമാനം കിട്ടുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ. അവർക്ക് അറിയില്ല. പ്രവാസികളുടെ പണം കൊണ്ടാണല്ലോ കേരളം തന്നെ നമുക്ക് പടുത്തുയർത്താനായത് ഈ രീതിയിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള പ്രവാസികളോടാണ് ക്രൂരത കാട്ടുന്നത്. സ്ത്രീകൾ മാത്രമല്ല, ഇവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. ഇവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രവാസി പണം പെൻഷൻ 5000 രൂപയാക്കും, അത് ആദ്യ ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നൊക്കെ പ്രഖ്യാപനം നടത്തി വ്യാപകമായി പ്രചരണം നടത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ഗവൺമെന്റാണ് പ്രവാസികളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ നിമിഷം വരെ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഭരണസമിതി എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് ആ ബോർഡ് നിലവിൽ വന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് പകരം ഇവർ തമ്മിൽ തല്ലുകയാണ്. അധികാരത്തിന് വേണ്ടി ഈ സ്ഥാനം കീഴടക്കാനാണ് ഇവരുടെ തർക്കം. ആ രീതിയിലേക്ക് ലീഗും കോൺഗ്രസും തർക്കമുണ്ടാക്കുമ്പോൾ ഇവിടെ പ്രയാസപ്പെടുന്നത് ഈ സമൂഹമാണ്, ഈ പ്രവാസികളാണ്. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് നിൽക്കുന്ന ഇത് മാത്രമല്ല, ഈ ക്ഷേമനിധി ബോർഡിന്റെ കയ്യിൽ പ്രവാസി ഡിവിഡൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികൾ നിക്ഷേപം നടത്തിയ ഏതാണ്ട് 400 കോടി രൂപ നിക്ഷേപമായിട്ട് ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ നിയന്ത്രണത്തിലുണ്ട്. അതും പ്രവാസികൾ വിശ്വസിച്ചിട്ടാണ് ഇതിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. അതുപോലും അതിന്റെ ഒക്കെ ഇത് വലിയ രീതിയിലേക്ക് ആശങ്കപ്പെടുന്ന അവസ്ഥയിലേക്കല്ലേ ഈ ഗവൺമെന്റ് പ്രവാസികളെ എങ്ങനെ അവഗണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുക? നോർക്കയിലുള്ള സാന്ത്വനം പദ്ധതി ഉൾപ്പെടെ ഇവിടെ നേരത്തെ ജമാൽ സൂചിപ്പിച്ചു, നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി എത്ര ആശ്വാസമുള്ളൊരു പദ്ധതിയായിരുന്നു. അതിന്റെ ആരംഭം വലിയ രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ ഒരു പദ്ധതി ഇന്ന് വലിയ ഇതിലേക്ക് പോവുക. അതിനെപ്പറ്റിയൊന്നുമുള്ള ചർച്ചയും ഇടപെടലും ഈ വകുപ്പുകളിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് ഞങ്ങൾ പോലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കേരള പ്രവാസി സംഘം മുന്നോട്ട് പോകുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ബാദുഷാ കടലുണ്ടി, എന്തായാലും പ്രവാസികളോട് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടക്കി അതേ മാതൃകയിൽ തന്നെ പ്രവാസികളുടെ പെൻഷനും മുടക്കുകയാണ്. അംശാദായം അടക്കം അടച്ചവരെ നിരാശയിലാക്കുന്നു. ഗൾഫിലും വലിയ പ്രതിഷേധം, പ്രവാസികളുടെ ഇടയിൽ വലിയ പ്രതിഷേധം, കേരളത്തിൻ്റെ പ്രതിഷേധം, ഇതാണ് അടയാളപ്പെടുത്തുന്നത്. ചേതൻ സാജൻ, ജമാൽ എന്നിവരാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരവും നൽകിയത്. ബാദുഷാ പ്രതികരണം.